ഈ മൂടാണ് ഇവിടുത്തെ കാര്യങ്ങളും മച്ചന്മാരെ. എല്ലാവർക്കും നമസ്കാരം. സോ നിങ്ങൾ പോസ്റ്റ് കണ്ടല്ലേ, നമ്മുടെ KSRTC ബസ്സിൽ ദിലീപിന്റെ ഇപ്പോഴത്തെ നമ്മുടെ ദിലീപ് ആക്ടറിന്റെ ഒരു മൂവി പ്ലേ ചെയ്തിട്ടിരിക്കുമ്പോൾ ഒരു പാസഞ്ചർ ഇഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ആ മൂവി സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. സോ ഒബ്വിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, സൊസൈറ്റിക്ക് ഡൈജസ്റ്റ് ആയി വന്നിട്ടില്ല. ലൈക്ക് അയാൾ വിമുക്തനാണ്, അയാൾ തെറ്റുകാരനല്ല എന്നുള്ള രീതിക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ആയി വന്നിട്ടില്ല. അതിന്റെ ആരും വിശ്വസിക്കുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു സംഭവം എടുക്കുന്നത് സ്വാഭാവികമായി നടക്കാവുന്ന ഒരു സാധ്യതയാണ്. അതിൽ എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ റാപ്പർ വേടൻ എന്ന് പറയുന്ന വ്യക്തി, അയാൾക്കെതിരെയുള്ള ഈ റേപ്പ് കേസ്, ഡ്രഗ് കേസ്, പിന്നെ ഈ പുലിനകം വെച്ച് പറഞ്ഞിട്ടുള്ള കേസ്, ഇങ്ങനത്തെ ഒരുപാട് കേസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ വന്ന് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്നിട്ട് 55ാമത് സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ഇയാൾക്ക് ബെസ്റ്റ് ലിറിക്സിസ്റ്റിനുള്ള അവാർഡ് കൊടുത്തു. ഓക്കെ, കഴിവുള്ളവനാണ്, നമ്മളല്ല ജഡ്ജസ്. പക്ഷെ അങ്ങനെയുള്ള ഒരാൾക്ക്, അത്ര അലിഗേഷൻസ് ഉള്ള ഒരാൾക്ക് എന്താ പറയുക, അയാളുടെ പാട്ട് പാടാൻ അവസരങ്ങൾ, അയാളുടെ പാട്ട് കേൾക്കാൻ അവസരങ്ങൾ, അയാൾക്ക് അവാർഡ് കൊടുക്കാൻ അവസരങ്ങളൊക്കെ കൊടുക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്നൊക്കെ വിമുക്തനായി വന്ന ഒരാളുടെ എതിരെ ഇത്രത്തോളം വിമർശനങ്ങളും ഇത്രത്തോളം പ്രശ്നങ്ങളും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു ജസ്റ്റ് ബേസിക് ആയിട്ട്. അത് ഈ ഒരു ആക്ടർ, ദിലീപ് എന്ന് പറയുന്ന ഒരു ആക്ടർ ആയിട്ട് മാത്രമാണോ എന്നൊരു സംശയം തോന്നും ചില സമയത്ത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ വേടനറിയാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, വേടനെതിരെ പറഞ്ഞു തുടങ്ങി, ഇപ്പൊ ലിറിക്സ്, ഈ പാട്ട് കാര്യങ്ങളൊക്കെ നമ്മളെതിരെ പറയുകയാണെന്നുണ്ടെങ്കിൽ, അവാർഡ് കിട്ടി ശരിയായില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പിറക്കും. വേടൻ താഴ്ന്ന ജാതിക്കാരനാണ്, റിലീജിയൻ വെച്ചിട്ടാണ്, കാസ്റ്റ് വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ, അടിച്ചമർത്താൻ നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് പടച്ചു വിടും മീഡിയാസ്. കണ്ടില്ലേ നമ്മുടെ മീഡിയാസിന്റെ അവസ്ഥ. നമ്മുടെ മീഡിയാസ്, നമ്മുടെ പൊളിറ്റീഷ്യൻസ്, അവർക്ക് വേണ്ടവരെ പൊക്കും, അവർക്ക് വേണ്ടവരെ താത്തും. അവർക്ക് വേണ്ടത് വേണമെങ്കിൽ അവർ വേണ്ട നന്നായിട്ട് പൊക്കും, അവർക്ക് ദിലീപിനെ വേണ്ടെങ്കിൽ അത് നന്നായിട്ട് താത്തും. സോ മനസ്സിലാക്കിയതൊക്കെ. എനിക്ക് ഇത്രേ പറയാനുള്ള ഈ കാര്യത്തില്. ഈ മൂടാണ് ഇവിടുത്തെ കാര്യങ്ങളും മച്ചന്മാരെ.